ഇത് കേട്ടോ, അതായത് ഹിന്ദുക്കൾക്കുണ്ടല്ലോ ഈ നമ്മളെ ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ദൈവത്തോട് കൈ ഉയർത്തി എന്നെ സംരക്ഷിക്കണേ, എന്റെ വീട് സംരക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ. ആ പ്രാർത്ഥന, അങ്ങനത്തെ ഒരു പ്രാർത്ഥന ഹിന്ദുക്കൾക്ക് ഇല്ല കേട്ടോ. ബസലെ, അങ്ങനത്തെ ഒരു അല്ല, പ്രാർത്ഥന ഞാൻ ഇല്ല ഹിന്ദുക്കൾ. അങ്ങനല്ല. അവർക്ക് വേണമെങ്കിൽ പറയാന്ന് ഞാൻ പറയട്ടെ. അപ്പൊ ഹിന്ദുക്കൾക്ക് എങ്ങനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. എന്തും ദൈവത്തിനോട് പറയാം. പക്ഷെ ഇസ്ലാമില് ആ മുതലേട്ടാ നമ്മളെ മറ്റേ ബ്രഹ്മോസിന്റെ റെജിമെന്റിന്റെ നല്ല സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ്. അതെ അതെ അറിയാലോ, അതെ. അതാണ് പി ഇതിന്റെ സി യഥാർത്ഥ. പി സി ബസല് സംസാരിച്ചു കഴിഞ്ഞാണോ? ബസല് നിങ്ങൾ പറഞ്ഞോളി, പ്രശ്നമില്ല. കഴിഞ്ഞാണോ? ആ, ഈ ഹിന്ദുക്കൾക്ക് വേറെയും ചില പ്രത്യേകതകളുണ്ട്. അത് ചില നമ്മളൊന്നും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പ്രത്യേകതകളാണ്. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ഹിന്ദുക്കളുടെ ചില കാര്യങ്ങൾ ഞാൻ പറയാം. നേരത്തെ ബസല് പറഞ്ഞ പോലെ ഹിന്ദുക്കൾക്ക് ഈ ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും ഒക്കെ പ്രാർത്ഥിക്കുന്ന പോലെ ദൈവത്തോട് ഒരു പ്രാർത്ഥനയില്ല. ദൈവമേ എന്നെ രക്ഷിക്കണം, എന്നെ. ഇപ്പൊ നമ്മുടെ മുസ്ലിമീങ്ങൾക്കുണ്ടല്ലോ, അവര് ദുആ ചെയ്യും, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, നമുക്കറിയാമല്ലോ. അതായത് പിന്നെ നമ്മളെ പറ്റി സ്വന്തമായിട്ടുണ്ട്, നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ സംരക്ഷിക്കണേ, മരിച്ചുപോയ മാതാപിതാക്കന്മാരുടെ കാര്യങ്ങൾ പറയും. അതേപോലെ ഇസ്ലാമിക ലോകത്തിന് സുഖം സമ്പൂർണ്ണം, മുസ്ലിമീങ്ങളെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു. അല്ലാഹുമ്മ സല്ലി ഇസ്ലാമു വൽ മുസ്ലിമീൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു വർഗീയ പ്രാർത്ഥന എല്ലാം ഉണ്ട്. വ്യക്തിപരമായും പ്രാർത്ഥിക്കും, വർഗീയമായിട്ടും പ്രാർത്ഥിക്കും, കുടുംബത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, കൈ ഉയർത്തിയുള്ള പ്രാർത്ഥന. അതിനാണ് ആമീൻ പിടിക്കുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കുണ്ട്. ക്രിസ്ത്യാനികൾക്ക് സ്വന്തം ഒരു പ്രാർത്ഥനയുണ്ട്. യേശു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് അന്നു വേണ്ട ആഹാരം ഇന്ന് തന്നെ ഞങ്ങൾക്ക് നൽകണമേ, ഞങ്ങളുടെ പാപികളോട് ഞങ്ങൾ ക്ഷമിച്ച പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ, ആമേ. ഇത് യേശു പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്, യേശു പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന. അത് അവർ പ്രാർത്ഥിക്കും. പിന്നെ അവർ വ്യക്തിപരമായിട്ടും പ്രാർത്ഥിക്കും അവരുടെ കുടുംബത്തിലൊക്കെ വേണ്ടി. പക്ഷെ ഹിന്ദുക്കൾക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനയില്ല. ഹിന്ദുക്കൾക്ക് അങ്ങനെ ദൈവത്തോട് കൈ ഉയർത്തി അയ്യോ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തെ, ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം രക്ഷിക്കണേ, ഞങ്ങളുടെ ഹിന്ദു സമുദായത്തെ രക്ഷിക്കണേ, ഞങ്ങളുടെ ലോകത്തെ രക്ഷിക്കണേ, ഇങ്ങനെ ഒരു പ്രാർത്ഥന ഹിന്ദുക്കൾക്കില്ല. പല ഹിന്ദു എന്താ ചെയ്യുന്നറിയാം, ഹിന്ദു അതിനുള്ള പൂജകൾ ചെയ്യും. അപ്പൊ നമ്മൾ കാണാൻ മേലെ വീടിന്റെ ഒക്കെ ഉമ്മറങ്ങളിൽ സദ്യാനേമത്ത് രാമനാമം ജപിക്കുന്ന, രാമ രാമ ഭാഗ്യമാം ചൊല്ലി അവര് രാമനാമം ജപിക്കുന്ന നമ്മൾക്ക് കാണാം. അതേപോലെ അവർക്ക് പല പല കീർത്തനങ്ങൾ ജപിക്കുന്ന കാണാം. അതുപോലെ ഈ പിന്നെ അമ്പലങ്ങളിലാണെങ്കിലും എന്താണ് പൂജയാണ്, നിർമാല്യത്തിൽ തുടങ്ങി, നിർമാല്യ പൂജയിൽ തുടങ്ങി രാത്രി നടയടയ്ക്കുന്നതിന് മുമ്പുള്ള ആ പൂജയിൽ അവസാനിക്കുന്ന പല പല പൂജകളാണ്. പക്ഷെ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികളുടെ മുസ്ലിമുകളെ പോലെ ഈ കൈയുയർത്തി പ്രാർത്ഥന, അങ്ങനെയുള്ള പ്രാർത്ഥനയില്ല. ആ പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു ഒരു സ്വാർത്ഥതയുടെ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. അല്ലാതെ ആ പ്രാർത്ഥനയിൽ ലോകത്തിന് വേണ്ടിയൊന്നും ആരും പ്രാർത്ഥിക്കാറില്ല. പകരം വ്യക്തിപരമായ കാര്യങ്ങൾ ദൈവത്തോട് പറയുക. ഈ പിന്നെ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, യേശുക്രിസ്തുവിനോട് പിന്നെ ഈ ശിഷ്യന്മാർ ചോദിക്കുമ്പോഴാണ് ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് പഠിപ്പിച്ചതാ, ജൂതന്മാർക്കൊക്കെ ഉള്ള പോലെ ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് പഠിപ്പിച്ചതാന്ന് നിർബന്ധിക്കുമ്പോഴാണ്, അദ്ദേഹത്തെ ശിഷ്യന്മാർ നിർബന്ധിക്കുമ്പോഴാണ് അദ്ദേഹം ഈ സ്വർഗസ്ഥനായ ദൈവമേ എന്ന പ്രാർത്ഥന അദ്ദേഹം ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം ഈ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് അദ്ദേഹത്തിന് ഹൈന്ദവ സംസ്കാരത്തിൽ നിന്ന് കിട്ടിയതാണ്. അതൊക്കെ തന്നെയാണ് ഞാൻ ഈ യേശുക്രിസ്തു ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ പഠിച്ചിരുന്നു, ഇന്ത്യയിൽ ജീവിച്ചിരുന്നു എന്നൊക്കെ പറയുന്നതിന് ഞാൻ കൂടുതലും ഞാനത് യേശു വെക്കുന്നതിന്റെ കൂടുതലും കാരണം എന്റെ ഉറച്ച വിശ്വാസം യേശുക്രിസ്തു ഇന്ത്യയിൽ വന്നെന്നും വർഷങ്ങളോളം അദ്ദേഹം ഇവിടെ പഠിച്ചു താമസിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം കൂടെ ഞാൻ പറയാം. ഈ സ്വർഗസ്ഥനായ ദൈവമേ എന്നുള്ള പ്രാർത്ഥന അദ്ദേഹത്തിന് വിശ്വാസികൾ ശിഷ്യന്മാരെ നിർബന്ധിക്കുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ ദൈവത്തോട് എന്ത് ചോദിക്കുന്നു എന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാം. നിങ്ങൾ ചോദിക്കണമെന്നില്ല, നിങ്ങൾ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്നും നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം ദൈവത്തിന് അറിയാം. അപ്പൊ നിങ്ങൾ ചോദിക്കണമെന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശിഷ്യന്മാർക്ക്. പിന്നെ ശിഷ്യന്മാർ നിർബന്ധിക്കുമ്പോഴാണ് ശിഷ്യന്മാർക്ക് ഒരു പ്രാർത്ഥന അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതാണ് ഈ സ്വർഗസ്ഥനായ ദൈവമേ ഞങ്ങളുടെ നാമം പൂജിതമായ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള ആ പ്രാർത്ഥന അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്ത ആ ബൈബിളിൽ കിടക്കുന്ന പ്രശസ്തമായ പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തെ ശിഷ്യന്മാർ നിർബന്ധിക്കുമ്പോഴാണ്. കാരണം ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനുള്ള കാരണം എന്റെ വിശ്വാസത്തിൽ അത് ഹൈന്ദവ സംസ്കാരത്തിൽ നിന്ന് പഠിച്ച. കാരണം ഹൈന്ദവ സംസ്കാരത്തിൽ അങ്ങനെ ഒരു പ്രാർത്ഥന ഇല്ല. ദൈവത്തോട് കൈയുയർത്തിയ ഒരു പ്രാർത്ഥന ഹിന്ദുക്കൾക്കില്ല. ഹിന്ദുക്കൾ പകരം എന്താണ്, അത് ദൈവത്തിനറിയാം. ഇപ്പൊ എന്റെ മനസ്സിൽ എന്ത് കിടക്കുന്നു, എനിക്കെന്താണ് ആവശ്യമുള്ളതെന്ന് ദൈവത്തിനറിയാം എന്ന് വിശ്വസിക്കുന്നവനാണ് ഹിന്ദു. മനസ്സിലായോ? അതുകൊണ്ടാണ് അവൻ പൂജ മാത്രങ്ങൾ ചെയ്യുന്നത്, പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ അവൻ ദൈവത്തോട് ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കുക. ഇത് തന്നെയാണ് യേശുക്രിസ്തു ശിഷ്യന്മാരെ നിർബന്ധിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാതെ മുഹമ്മദ് നബിയെ പോലെ 7-ാം ആകാശത്ത് പോയി 50 നേരത്തെ നിസ്കാരം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ലാസ്റ്റ് 5 നേരത്തെ നിസ്കാരമാക്കുന്നു, പിന്നെ നോയിമ്പ്, എന്തുമാ പ്രാർത്ഥനകളുടെ ഒരു കൂമ്പാരമാണ് മുസ്ലിമീങ്ങൾക്ക് മുഹമ്മദ് നബി കൊടുക്കുന്നത്. പക്ഷെ യേശുക്രിസ്തു അങ്ങനെ ഒരു പ്രാർത്ഥനയും പറഞ്ഞു കൊടുക്കുന്നില്ല. എന്നിട്ടും യേശുക്രിസ്തു ഈ പ്രാർത്ഥന പൊതുജനങ്ങൾക്ക് ഉപദ്രവകരമാകാതിരിക്കാനും ശ്രദ്ധിക്കുന്നുണ്ട്. യേശുക്രിസ്തു
യേശുക്രിസ്തു പറയുന്നത് എന്താ? ഈ പ്രാർത്ഥന എങ്ങനെ ചൊല്ലണമെന്നാ പറയുന്നതെന്നറിയോ? പള്ളിയിൽ പോയി മൈക്ക് വെച്ച് കെട്ടി വെള്ള ലോഹയിട്ട് അച്ഛന്മാരും വന്ന് നിന്ന് കുറെ പിള്ളേരെ അടുത്ത് നിർത്തി ഈ കുന്തിരിക്കോൻ പോച്ച് വിശ്വാസികളുടെ മുമ്പിൽ നിന്ന് മണിയും അടിച്ചു പള്ളിയിലൂടെ മൈക്കിൽ കൂടെ പ്രാർത്ഥിക്കാനല്ല അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങൾ മുറിക്കുള്ളിൽ കയറി കഥകടച്ചേച്ച് പ്രാർത്ഥിക്കാനാ പറയുന്നത്. കഥ അടച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കേൾക്കും? ഇല്ല. രഹസ്യമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കൂ. രഹസ്യങ്ങൾ അറിയുന്ന ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും എന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷെ ക്രിസ്ത്യാനികൾ അതിന് നേർ വിപരീതമാ ചെയ്യുന്നത്. ക്രിസ്ത്യാനികൾ ഇന്ന് പരസ്യമായിട്ടാണ് ചെയ്യുന്നത്. ബന്ധുക്കോസുകാരൊക്കെ എന്ത് ബഹളമാ വെക്കുന്ന അയലോക്കംകാർക്ക് വരെ ശല്യപ്പെടുത്തിയാണ് അവരുടെ പ്രാർത്ഥന. നമ്മുടെ മുസ്ലിങ്ങളുടെ ബാങ്കൂലി പോലെ തന്നെ. മനസ്സിലായോ? അപ്പൊ യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പറഞ്ഞ രീതിക്ക് ഘടകവിരുദ്ധമായിട്ടാണ് ഈ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. ഈ ഹിന്ദുക്കളുണ്ടല്ലോ, ഹിന്ദുക്കൾക്ക് വേറൊരു പ്രത്യേകതയും കൊണ്ട്. ഹിന്ദുക്കൾ എവിടെയെങ്കിലും അവർക്ക് പല ദൈവങ്ങളുണ്ട്, ശരിയാണ്. ശിവനെ ആരാധിക്കുന്നവരുണ്ട്, വിഷ്ണുവിനെ ആരാധിക്കുന്നവരുണ്ട്, രാമനെ ആരാധിക്കുന്നവരുണ്ട്, ഭദ്രകാളിയെ ആരാധിക്കുന്നവരുണ്ട്, ഇല്ലേ, ഹനുമാനെ ആരാധിക്കുന്നവരുണ്ട്, ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. പക്ഷെ ഈ ദൈവങ്ങളെ ആരാധിക്കുന്നവർ തമ്മില്, ശിവനെ ആരാധിക്കുന്നവരും വിഷ്ണുവിനെ ആരാധിക്കുന്നവരും തമ്മിൽ അടിയുണ്ടാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. ശിവനെയാണ് ആരാധിക്കേണ്ടത്, വിഷ്ണുവിനെ ആരാധിക്കുന്നത് തെറ്റാന്ന് പറഞ്ഞവർ അടിയുണ്ടാകുന്നുണ്ട്? ഇല്ല. അവരെ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ശിവനെ ആരാധിക്കുന്നവർ വിഷ്ണുവിനെ ആരാധിക്കുന്നവരെ നോക്കി അത് തെറ്റാ കേട്ടോ, ഈ ശിവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, അല്ലെ വിഷ്ണുവിനെയാണ് ആരാധിക്കേണ്ടത്, ശിവനെ ആരാധിക്കരുത്, അല്ലെ അയ്യപ്പനെയാണ് ആരാധിക്കേണ്ടത്, കാളിയെ ആരാധിക്കരുത് എന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നോ, മൈക്ക് കെട്ടി പറയുന്നോ, അവർ തമ്മിൽ ആ പ്രാർത്ഥനയുടെ പേരിൽ, അവരുടെ ആരാധനാ കർമ്മങ്ങളുടെ പേരിൽ അടി കൂടുന്നോ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഹിന്ദുക്കളുടെ ഭാഗത്ത് അങ്ങനെയില്ല. പക്ഷെ മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും അതുണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുസ്ലിമീങ്ങളിലും മുജാഹിദും ജമാഅത്തും സുന്നിയും ഷിയായും ഒക്കെ ഉയർന്നു വന്നത് എങ്ങനെയാ? പ്രാർത്ഥനയുടെ കാര്യത്തിലാണ്, പ്രാർത്ഥനയുടെ പ്രശ്നത്തിൽ തന്നെയാണ്. ഇപ്പൊ ജമാഅത്ത് മുജാഹിദ് എന്താണ് പറയുന്നത്? ശിർക്ക് പാടില്ല, അള്ളാഹുവിനെ അല്ലാതെ മറ്റു ഔലിയാക്കന്മാരെ, മമ്പർ തങ്ങൾ പോലുള്ള ഔലിയ മുഹീദ്ദീൻ ഷെയ്ഖ് പോലുള്ള, അല്ലെങ്കിൽ മമ്പറം തങ്ങൾ പോലുള്ള, അല്ലെ ഭീമാപ്പള്ളി ബീബി പോലുള്ള അത്തരം മനുഷ്യ ദൈവങ്ങൾ, അത്തരം മനുഷ്യരായ ഔലിയാക്കന്മാരുടെ അടുത്ത് അവരുടെ കബറിന്റെ പോവുകയോ അവരുടെ അടുത്ത് പോയി നിങ്ങൾ പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ പാടില്ല എന്നാര് പറയുന്നു? ജമാഅത്തും മുജാഹിദും പറയുന്നു. പക്ഷെ സുന്നികളോ, കാന്തപുരം സുന്നി, ഇ കെ സുന്നിയൊക്കെ അവർ പറയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അതിന്റെ പേരിൽ അവർ ചുമ്മാ ഇരിക്കുന്നു. ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മൈക്ക് കെട്ടി ബഹളം വെക്കുന്നു. ഇല്ലേ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഞങ്ങൾ ചെയ്യുന്നത് ശരിയാ, ലാഷ് അടിയുണ്ടാവുന്നു, കത്തിക്കുത്തുണ്ടാവുന്നു, കൊലയുണ്ടാവുന്നു. സുന്നി ഷിയായും തമ്മിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. സുന്നികൾ പറയുന്നു മുഹമ്മദിനെ അലീനെ മാത്രം അംഗീകരിച്ചാൽ മതി. ഷിയാക്കൾ പറയുന്നു മുഹമ്മദും അലിയും മാത്രമേ അംഗീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷെ സുന്നികൾ എന്താ പറയുന്നത്? അല്ല, മുഹമ്മദ്, അബൂബക്കർ, ഉസ്മാൻ, ഉമർ ഇതെല്ലാം അംഗീകരിക്കണം, ആയിഷാനെ അംഗീകരിക്കണം. ഇവര് പറയുന്ന ആയിഷാനൊന്നും അംഗീകരിക്കാൻ പാടില്ല എന്ന് ഷിയാക്കളോട്. അതിന്റെ പേര് ഇവര് ചുമ്മാരിക്കും. ഇല്ല, ശരിയാ, ഷിയാക്കൾ പോയി സുന്നികളുടെ പള്ളിയിൽ പോയി ബോംബ് പൊട്ടിക്കും, സുന്നികൾ വന്ന് ഷിയാക്കളുടെ പള്ളിയിൽ വന്ന് ബോംബ് പൊട്ടിക്കും. ഇനി നമുക്ക് ക്രൈസ്തവരിലേക്ക് വരാം. ക്രൈസ്തവരിലുണ്ട് ഈ പ്രശ്നം. അത് പിന്നെ ഈ മുസ്ലിങ്ങളുടെ അത്ര വർഗീയതയോ വലിയ പരസ്യമായിട്ട് കൊലവിളികളോ ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. അവരിലും ഉണ്ട്. യഹോവ സാക്ഷികൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അവർ യേശുക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് പോലും കാണുന്നില്ല, ഒരു പ്രവാചകനായിട്ട് മാത്രമാണ് കാണുന്നത്. പക്ഷെ ദൈവമായിട്ട് കാണുന്നില്ല. പക്ഷെ കത്തോലിക്കരും പെന്തിക്കോസുകാരും യേശുവിനെ ദൈവമായിട്ടാണ് കാണുന്നത്. പക്ഷെ യഹോവ സാക്ഷിക്കാരോ ഒരു ദൈവത്തിന്റെ ഒരു പ്രവാചകൻ, ഒരു ദൈവദൂതനായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അവർക്ക് യഹോവയാണ് പഴയ നിയമം ബൈബിളിലെ ജൂതന്മാരുടെ ദൈവമായ യഹോവയാണ് യഥാർത്ഥ ദൈവം. മനസ്സിലായോ? അത് യഹോവ സാക്ഷികൾ. അവര് ഈ കത്തോലിക്കരെയും കുറ്റം പറയും, ബന്ധുക്കോസുകാരെയും കുറ്റം പറയും. ഇല്ല, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയും. ഇല്ലേ, ഈ ബന്ധുക്കോസുകാരെന്താ പറയുന്നത്? അവർ കത്തോലിക്കരെ കുറ്റം പറയും, CSIക്കാരെ കുറ്റം പറയും, ഓർത്തഡോക്സിനെ കുറ്റം പറയും. എന്താ അവർ പറയുന്നത്? അവർ പറയുന്നത് ഇവരൊക്കെ വിഗ്രഹങ്ങളെ വെച്ച് ആരാധിക്കുന്നു, യേശുക്രിസ്തുവിന്റെ രൂപം ഉണ്ടാക്കുന്നു. അത് തെറ്റാണ്. യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞിട്ടില്ല, വിഗ്രഹങ്ങളെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബന്ധുക്കോസും ഇവരും തമ്മിലുള്ള ഈ കത്തോലിക്കരും തമ്മിലുള്ള പ്രശ്നം. പിന്നെ ഈ ത്രിയേകത്വ ബന്ധുക്കോസുകാരും ഉണ്ട്, ഈ വണ്ണസ് എന്ന് പറഞ്ഞ ഒരു ബന്ധുക്കോസുകാരും ഉണ്ട്. അവര് ഈ ത്രിയേകത്വം മൂന്ന് വ്യത്യസ്ത ഇതല്ല, ഒന്നാണെന്ന് വാദിക്കുന്നവരാ വണ്ണസ് ബന്ധുക്കോസുകാർ. അവര് തമ്മിൽ ആരാധനയുടെ പേരിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഹിന്ദുക്കളുടെ പേരിൽ അങ്ങനെ നടക്കുന്നുണ്ടോ? ഇല്ല. അതാണ് നേരത്തെ പറഞ്ഞത്. ശിവനെ ആരാധിക്കുന്നവർ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? വിഷ്ണുവിനെ പ്രതിഷ്ഠയാക്കുന്നവർ ശിവന്റെ ക്ഷേത്രത്തിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? അയ്യപ്പ ക്ഷേത്രത്തിൽ പോകുന്നവര് ഗുരുവായൂരമ്പലത്തിൽ വന്ന് കൃഷ്ണക്ഷേത്രത്തിൽ വന്ന് പ്രശ്നം ഉണ്ടായില്ല. ആരാധനയുടെ പേര് അവർക്ക് ഒരു വിഷയമില്ല. മനസ്സിലായോ? ഇത് നമ്മളൊന്നും അറിയാതെ പോകുന്ന ഒരു സംഭവമാണ്. ഇതാണ് ഹിന്ദുക്കളുടെ ആ സഹിഷ്ണുത എന്ന് പറയുന്നത്. നേരത്തെ ബസ്സിൽ പറഞ്ഞതിലേക്കാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ ഹിന്ദുക്കളുടെ ഒരു സഹിഷ്ണുതയാണ്. ദൈവങ്ങളെ അവർ അംഗീകരിക്കുന്നു. ഏത് ദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കാം, എങ്ങനെ വേണമെങ്കിലും ആരാധിക്കാം. അതിന്റെ പേരിൽ അവരോട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഹിന്ദുക്കൾ. പക്ഷെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അങ്ങനെയാണോ? അല്ല. ക്രിസ്ത്യാനികൾ ഞാൻ നേരത്തെ പറഞ്ഞ യഹോവ സാക്ഷികളും ബന്ധുക്കോസുകാരും അതിലെ തന്നെ വണ്ണസുകാരും കത്തോലിക്കരും CSIക്കാരും ഇവർ തമ്മിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവർ പല സഭകളായിട്ട് പിരിഞ്ഞത്. മനസ്സിലായോ? ഇത് തന്നെയാണ് മുസ്ലിങ്ങളുടെ അവസ്ഥ. മുസ്ലിമീങ്ങൾ ഇത് തന്നെയാണ്. ഈ ആരാധനാ പ്രശ്നങ്ങളുടെ പേരിലാണ് പല സഭകളായിട്ടും പല വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞതും കടന്ന് അടിയുണ്ടാക്കുന്നു, ബോംബ് പൊട്ടിക്കുന്നതും എല്ലാം.
ഇല്ലേ? ഇത് ഹിന്ദുക്കളുടെ ഭാഗത്തായി ഒരു ഇതുമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതൊന്നും ക്രിസ്തുവായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഇപ്പൊ ഈ ക്രിസ്ത്യാനികൾ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്രിസ്തു ഈ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, അദ്ദേഹം ബുദ്ധവിഹാറുകളിൽ പഠിച്ചിട്ടുണ്ട്, അദ്ദേഹം ഈ ഹൈന്ദവ ചര്യകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അത് തന്നെയാണ് അദ്ദേഹം പ്രഘോഷിച്ചിരിക്കുന്നത്. ഹൈന്ദവ ചര്യ തന്നെയാണ് പ്രഘോഷിച്ചത്. അത് തന്നെയാണ് അദ്ദേഹം ആ പ്രാർത്ഥന പോലും ശിഷ്യന്മാർ നിർബന്ധിച്ചപ്പോ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അല്ലാതെ അദ്ദേഹം ചാടി ഇതാണ് പ്രാർത്ഥന, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ നിർബന്ധമായും പ്രാർത്ഥിച്ചേ പറ്റുന്ന എവിടെയെങ്കിലും യേശു ക്രിസ്തു പറയുന്നുണ്ടോ? ഒരിടത്തും പറയുന്നില്ല. യേശു പറയുന്നില്ല. യേശു പറയുന്നത് നിങ്ങൾ സുവിശേഷം ലോകത്തെല്ലായിടത്തും പോയി പ്രസംഗിക്കാനേ പറഞ്ഞുള്ളൂ. സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ അംഗീകരിച്ച് ദൈവത്തെ അനുസരിച്ച് മുമ്പോട്ട് പോകുക, ഇത്രേ ഉള്ളൂ സുവിശേഷം. അല്ലാതെ യേശുക്രിസ്തു ഇന്ന ആരാധന ചെയ്യണം, ഇന്നയാൾക്ക് ആരാധന ചെയ്യാവുള്ളൂ എന്നൊന്നും യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. ഇല്ലേ? എന്ത് ക്ലിയർ ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഹിന്ദുക്കളുടെ ആ സഹിഷ്ണുത മറ്റു മതസ്ഥരിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഇത് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളൊക്കെ പ്രത്യേകിച്ച് ഹിന്ദുക്കളെയൊക്കെ കുറ്റം പറയുന്ന മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണിത്. ഹിന്ദുക്കൾ അവരുടെ ദൈവങ്ങളുടെ പേരിൽ പരസ്പരം അടിയുണ്ടാക്കുന്നില്ല. ഹിന്ദുക്കൾ അതുപോലെ ഈ പ്രാർത്ഥന കടന്ന് ഉച്ചത്തിൽ ഞങ്ങളെ മാത്രം രക്ഷിക്കണേ എന്നും പറഞ്ഞ് ഒരിടത്തും കിടന്ന് അലറുന്നില്ല. ഇതൊക്കെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും രണ്ടു കൂട്ടരും പഠിക്കേണ്ടതാണ് ഹിന്ദുക്കളിൽ. ഓക്കെ.